ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഈ മെസ്സേജ് പോപ്പപ്പായിട്ട് ഇവിടുന്ന് കേൾക്കാം. ഇത് കേട്ടിക്കോ ഇല്ലയോ എന്ന് ഓല അറിയേയില്ല. ഇത് ചങ്ങായിമാരെ എന്തൊക്കെയാ പിന്നെ നമ്മൾ കുറേ ദിവസമായി വാട്സപ്പിൻ്റെ ഒരു ഫുൾ ഫീച്ചർ മെസ്സേജ്, വാട്സപ്പിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാത്തല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വാട്സപ്പിൻ്റെ വീഡിയോ ആക്കാം. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയൊരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. അപ്പോൾ വാട്സപ്പ് ഈ സുക്കർക്കാക്ക് ഏറ്റെടുത്തതിന് ശേഷം, കുറച്ചായി സുക്കർക്കാക്ക് ഇത് ഏറ്റെടുത്തിട്ട് അതിന് ശേഷം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ ഒരുപാടുണ്ട്, പെട്ടിയിലുണ്ട്. ഡാർക്ക് മോഡ് അല്ലെങ്കിൽ പുറത്ത് ചാടിയ ഭൂതത്തിനെ പോലെ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വാട്സപ്പിൻ്റെ കാര്യങ്ങൾ ഈ ഒരു സാധാരണക്കാരന്, നോർമലായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് വാട്സപ്പിൻ്റെ അധികം കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കെങ്കിലും എല്ലാ കാര്യങ്ങളും ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഒരു സാധാരണക്കാരന്, വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് വാട്സപ്പിലെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ അറിഞ്ഞുകൂടാത്തത് ഉണ്ടായിനോ, അല്ല തീർത്തറിയാനോ, അല്ല ഇതൊറ്റ അറിഞ്ഞുകൂടാനോ, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് നേരെ വാട്സപ്പിലേക്ക് പോകാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ എങ്ങനെയാട്ടോ വരുന്ന ലോഗോ കൂടി. ആദ്യം നമുക്ക് വാട്സപ്പിൻ്റെ പ്രൈവസിയിലേക്ക് പോകാം. അതല്ല ആദ്യം നോക്കേണ്ടേ പ്രൈവസീന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അക്കൗണ്ട്സ് എന്നുള്ളതെടുത്ത് പ്രൈവസി ഓപ്പൺ ചെയ്യുക. ഇതിൽ കുറേ കാര്യങ്ങൾ കാണാം. ലാസ്റ്റ് സീൻ, പ്രൊഫൈൽ ഫോട്ടോ, എബൌട്ട്, സ്റ്റാറ്റസ്. ഇത് ലാസ്റ്റ് സീൻ എന്നുള്ളത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ എവരി വൺ, മൈ കോണ്ടാക്റ്റ്, നോബഡി, ഇതുപോലെ 3 ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ആരാണ് നമ്മളെ ലാസ്റ്റ് സീൻ, നമ്മൾ ഓൺലൈനിലുണ്ടോ ഇല്ലയോ എന്ന് ആര് കാണുമെന്ന് ഇവിടുന്ന് തീരുമാനിക്കുക. ആരും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോബഡി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി ഓപ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ റീഡ് റെസിപ്പിയൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് വിട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് വിടുന്ന ഒരു മെസ്സേജ്, അത് നമ്മളൊരു മെസ്സേജ് വിട്ടാൽ അവർ വായിച്ചോ ഇല്ലയോ എന്നറിയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു മെസ്സേജ് വിട്ട് നമ്മളത് വായിച്ചോ ഇല്ലയോ എന്ന് അവരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റീഡ് റെസിപ്പിയൻ്റ് എന്നുള്ളത് ഇത് ഡിഫാൾട്ടായിട്ട് ഉണ്ടാകുക. അത് ഓഫാക്കിയിട്ടാൽ മതി. ഓണാക്കിയിട്ടാലാണ് നമുക്കത് മനസ്സിലാക്കുന്നതാവും. ഇപ്പോൾ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മളിത് ചെയ്ത് വെച്ചാൽ നമ്മളാർക്കും മെസ്സേജ് വിട്ടാൽ അവർ വായിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഇനി താഴെയുള്ളത് ലൊക്കേഷൻ, അല്ല ഗ്രൂപ്പ്സ് എന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും അറിഞ്ഞൂടാത്തൂല അറിയുന്നതിലൊക്കെ നമ്മളെ പിടിച്ച് ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ ഏഡ് ചെയ്യും. അത് ചിലപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരുള്ള ഗ്രൂപ്പായിരിക്കും. നമ്മളെ ചിലപ്പം ഫോണിൽ ഗ്രൂപ്പൊന്നും താങ്ങുണ്ടായാലും, അത് മെമ്മറി ഒക്കെ കുറഞ്ഞ ഫോണാണെങ്കിൽ അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടാകും. ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെ അന്നേരം നമ്മൾ ആരെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കുക. അതിനുള്ള ഈ ഓപ്ഷൻ, ഇത് എവരി വൺ ആക്കി കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ടാകുക. എവരി വൺ ആക്കി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ പിടിച്ചൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. ഈ മൈ കോണ്ടാക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നമ്മൾ പേരടിച്ചിട്ട് ആൾക്കാർക്ക് മാത്രമാണ് നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാവും. ഇനി മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റ് എന്നുള്ളത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാവും. അതിന് ശേഷം ഒരു ഡൺ അങ്ങ് കൊടുത്ത് വെച്ചാൽ മതി സെലക്ട് ചെയ്തിട്ട്. അപ്പം പ്രൈവസിയിൽ തൽക്കാലം അത്രയും കാര്യങ്ങളാട്ടെ. ഇനി ബാക്ക് പോവാം, സെക്യൂരിറ്റി പോട്ടെ, ചേഞ്ച് ചെയ്യാൻ പോട്ടെ, റിക്വസ്റ്റ് പോട്ടെ, മൈ അക്കൗണ്ട് അതുപോലെല്ലാം പോട്ടെ. ഇനിയുള്ളത് ചാറ്റ്. ഈ ചാറ്റിൽ അതൊരു സംഗതി കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് ഹായ്, അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു എൻ്റർ ബട്ടൺ, രണ്ടാമത്തെ ലൈനിലേക്ക് പോകുക ഒരു ബട്ടൺ കാണുന്നില്ല, സെൻഡ് ബട്ടനാണ് കാണുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ സൈഡിലൊരു എൻ്റർ ബട്ടൺ ഉണ്ടായാലേ അതിന് പകരം സെൻഡ് ബട്ടണുള്ളത്. അത് വരുത്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ സെറ്റിങ്സ് എടുത്തിട്ട് ചാറ്റ് സെറ്റിങ്സ് എടുത്തിട്ട് മേലെ എൻ്റർ ഈ സെൻഡ് എന്നുണ്ടാവും, അതൊന്ന് ഓഫാക്കിയാൽ മതി. എന്നാൽ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ എൻ്റർ ബട്ടൺ വന്ന് അടുത്ത ലൈൻ ഇങ്ങനെ കൊണ്ടുപോകാം. അതിനുള്ളതാ അത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റേതായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിക്കട്ടോ. ഇനി അടുത്തത്, നമുക്കിപ്പോൾ ഒരാൾ മെസ്സേജ് വിട്ട്, ആ മെസ്സേജ് വിട്ട് കുറേ മെസ്സേജ് വിട്ട് അതിലൊരു പ്രത്യേക മെസ്സേജ് നമുക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പോൾ ഇതിൽ കുറേ മെസ്സേജ് ഉണ്ട്. കുറേ മെസ്സേജിൽ ഈ ഒരു പ്രത്യേക മെസ്സേജിന് എനിക്ക് റിപ്ലൈ കൊടുക്കണം.
അതിനെന്താ ചെയ്യേണ്ടി? ഇത് ഞാൻ വിചാരിച്ചു ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് കേട്ടോ. ഇതും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെന്ന് നമുക്ക് ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് കാണുന്നവരാണ് മനസ്സിലാകുന്നത്. ഈച്ച എങ്ങനെ കളിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഈച്ചൻ്റെ സീസൺ, അത് പോക്കിയാൽ പോവുകയില്ല, അതൊന്ന് സഹിച്ചാണ്. അതിനെന്താ ചെയ്യേണ്ടി? നിങ്ങൾ ഏത് മെസ്സേജിനാണോ പ്രത്യേകമായിട്ട് റിപ്ലൈ കൊടുക്കേണ്ടി, ആ മെസ്സേജ് ഒന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് സെലക്ട് ആവും. ആ സെലക്ട് ആയത് നമുക്ക് മെസ്സേജ് ചെയ്യുന്നേരം കണ്ടോ, ആ മെസ്സേജോട് കൂടി അതവിടെ പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന മെസ്സേജുകൾ, ഇത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിരിക്കും, പക്ഷേ അത് അധികം കണ്ടിക്കില്ല. ഇങ്ങനെ വരുന്ന മെസ്സേജുകൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ, ഇത് ഗ്രൂപ്പാണ്, ഒരു കോൺടാക്റ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന മെസ്സേജുകൾ ഗ്രൂപ്പിൽ നിന്ന് ഇത് നടക്കില്ല കേട്ടോ, കോൺടാക്റ്റിൽ നിന്നാണ് നടക്കും. ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഇത് കോൺടാക്റ്റിലാന്ന് നിങ്ങൾ കണക്ക് പിടിക്കും. ഇതിപ്പോൾ വായിച്ച ആൾ കേൾക്കാണ്ടും അറിയാണ്ടും നമുക്ക് കേൾക്കണം. ഇപ്പോൾ റീഡ് റിസീപ്പിയൻ്റ് ഓഫാക്കിയിട്ടാൽ നമ്മളൊരു മെസ്സേജ് വായിച്ചോ ഇല്ലയോ എന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ വോയിസ് മെസ്സേജ് വായിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാകില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നീല ബ്ലൂ ടിക്ക് അടപ്പും. അപ്പോൾ നമ്മൾ വായിച്ചത് കേട്ടാൽ അത് തീർച്ചയായും ഓലിക്ക് അറിയാനാവും. അപ്പോൾ ഓല അറിയാണ്ട് ഇത് കേൾക്കാനൊരു വഴിയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മേലെ ഷെയർ ബട്ടണില്ലേ, ഇവിടെ 3 ഡോട്ട് ഞെക്കിയിട്ട് ഷെയർ എടുക്കുക. ഷെയർ എടുത്താൽ ഒന്ന് വന്നോട്ടെ, ഇതെല്ലാം കുറേ താമസിക്കുന്നുണ്ട്, ഒന്ന് ക്ലിയർ ചാറ്റ് ചെയ്യണം, എന്നാലാ ക്ലിയർ ആവും. ഇവിടെ ടാൽക്ക് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നമുക്ക് ഈ മെസ്സേജ് പോപ്പപ്പായിട്ട് ഇവിടുന്ന് കേൾക്കാം. ഇത് കേട്ടിക്കോ ഇല്ലയോ എന്ന് ഓല അറിയേയില്ല. ഇതിനെക്കൊണ്ട് വേറൊരു ഗുണം എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, കുറേ വലിയൊരു മെസ്സേജൊക്കെ ആകുന്ന നേരം ഇതിൻ്റെ സ്പീഡ് കൂട്ടി നമുക്ക് കേൾക്കാം. ഇത് ടാൽക്ക് ഫാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അവിടെ നിന്ന് മാണ്ടി വിളിക്കുന്നത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമ്മളെ കോൺടാക്റ്റ് പേര് സേവ് ചെയ്തതായാലും സേവ് ചെയ്യാത്തതായാലും ഒരു കോൺടാക്റ്റിലെ നമ്പറിൽ നമുക്കിപ്പം നെറ്റില്ല, അതിലേക്കൊരു കോൾ ചെയ്യണം. അന്നേരം എന്താ ചെയ്യുക? ആ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് ആ നമ്പർ എഴുതിയെടുത്ത് ഡെയിലർ ഓപ്പൺ ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് എഴുതി കോൾ ചെയ്യും, നമ്പർ അടിച്ച് കോൾ ചെയ്യും. അതിന് പകരം എഴുതിയൊന്നും എടുക്കേണ്ട ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? ആ കോൺടാക്റ്റ് ഏതാണോ അത് ഇപ്പം സേവ് ചെയ്തതായല്ല സേവ് ചെയ്യാത്തതായല്ല, നിങ്ങളത് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ പ്രൊഫൈലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴേക്ക് പോയാൽ ആ നമ്പർ ഇവിടെ കാണും. ആ നമ്പറിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ അവിടെ കോപ്പിയാവും. കോപ്പി ആയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിപ്പോൾ ഡെയിലർ ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതിന് ജസ്റ്റ് ഏതെങ്കിലും ഒരു അക്കങ്ങൾ അവിടെ എൻ്റർ ചെയ്തിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഞെക്കിയ ആ അക്കം അങ്ങ് മായ്ച്ച് കളയുക. അങ്ങനെ മായ്ച്ച് കളയുന്ന നേരം നമ്മളെ നമ്പർ മാത്രമാവും അവിടെ നമുക്ക് കോൾ ചെയ്യാം. സിമ്പിളായിട്ട് എളുപ്പത്തിൽ കോൾ ചെയ്യാം. അതും നല്ലൊരു ഐഡിയ ആണ്. അടുത്തത്, ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിലേക്ക് നമുക്ക് ഈ കോണ്ടാക്റ്റ് എനിക്ക് നമ്മളെ ചാറ്റ് ഹോം പേജിൽ നിന്ന് ഹൈഡ് ചെയ്യണം. അന്നേരം എന്ത് ചെയ്യുക? ഈ ചങ്ങായിനോട് പറയുക, ഇനി എനിക്ക് തൽക്കാലം മെസ്സേജ് ഒന്നും വിടരുത്, ഞാൻ അങ്ങോട്ട് വിടുന്നേ വരെയെന്ന്. അതിന് ശേഷം അതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് മേലെ ഒരു ഏരോൻ്റെ ഐക്കല്ലേ, ഇതങ്ങ് ഞെക്കിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങ് പോവും. ഇതേടി ഉണ്ടാകുക എന്നറിയും ചങ്ങായി. ഒന്നിക്ക് ഞങ്ങൾ സെർച്ച് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഏറ്റവും താഴേക്ക് പോയാൽ ഏറ്റവും താഴെ, ഇത് താഴേക്ക് എത്തണമെങ്കിൽ ഒരു ദിവസം പോകണ അത്രയുണ്ട്. ഏറ്റവും താഴെ ഉണ്ടാവും അച്ചീവ്ഡ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. ഇനിയിപ്പം ഈ ഹോം പേജിലെ മുഴുവൻ കോൺടാക്റ്റ് നിങ്ങൾക്ക് അതുപോലെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ട് എടുക്കുക, സെലക്ട് ഓൾ എടുക്കുക. ഇങ്ങനെ മൊത്തം സെലക്ട് ആവും. ഇവിടെ കാണുന്നില്ലേ ഈ ടിക്ക് മാർക്ക് വന്ന്, എന്നിട്ട് ഈ ഏറോ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങ് പോവും, താഴേക്ക് പോവും. പിന്നെ നിങ്ങൾ ഏറ്റവും താഴെ പോയിട്ട് അച്ചീവ്ഡ് ചാറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഏറോ മാർക്ക് ഞെക്കി കൊടുത്താൽ അല്ലെങ്കിൽ മേലെ വരും. അതും നല്ലൊരു പരിപാടിയാണ്. ഇനി അടുത്തത് നമുക്കൊരുപാട് കോളുകൾ ഇങ്ങോട്ടും വരും, അങ്ങോട്ടും നമ്മൾ വിളിക്കുകയും ചെയ്യും. എന്നാൽ ഈ കോളൊക്കെ ഒരാൾ എടുത്ത് നോക്കിയാൽ ചിലപ്പം അവരറിയരുതാത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ കോൾ ഡിലേറ്റ് ആക്കണം, കോൾ ലോഗിൽ നിന്ന് ഡിലേറ്റ് ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിലേറ്റിൻ്റെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഓപ്പൺ ചെയ്താലും കിട്ടുകയില്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്താലും കിട്ടുകയില്ല.
അതിനെന്താ ചെയ്യേണ്ടത്? ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ഈ ഡിലേറ്റ് ബോക്സ് അങ്ങ് ഞെക്കി കൊടുത്താൽ അതങ്ങ് ഡിലേറ്റ് ആവും. അല്ലാണ്ട് ഇത് ഒന്നിച്ച് ഡിലേറ്റ് ആക്കിയുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. പിന്നെ ഇനി വരികയായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ എണ്ണം ഒന്നിച്ച് ഡിലേറ്റ് ആക്കണം. ഇങ്ങനെ മാനുവലായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് വേണ്ടിയത് ഡിലേറ്റ് ആക്കാം. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ലോക്ക് ചെയ്യലാട്ടോ. വാട്സപ്പിൽ നമ്മൾ പല ലോക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ചാറ്റ് മാത്രമോ 1-2 ചാറ്റുകയോ ഗ്രൂപ്പോ ഒക്കെ നമുക്ക് ലോക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതിന് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സ് ചാറ്റ് ലോക്കർ എന്നും പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ആവശ്യക്കാർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാന്ന്. രണ്ടാമതൊന്നുകൂടി അതൊന്ന് കൺഫേം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സ് വരും, പെർമിഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സസിബിലിറ്റി പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റിയിൽ ഈ ആപ്ലിക്കേഷൻ കാണും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എനേബിൾ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ പാസ്വേഡ് കൊടുക്കേണ്ടി വരും എൻ്റർ ചെയ്യുകയാണെങ്കിൽ. അതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മളെ വാട്സപ്പിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് ഏത് നമ്പറാണോ ലോക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണോ ലോക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരു നമ്പർ ഒന്ന് ലോക്ക് ചെയ്ത് കാണിച്ചു തരിക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ അതിവിടെ ആഡായി വന്ന് നമുക്കിനി വാട്സപ്പിലൊന്ന് പോയി നോക്കാം. വാട്സപ്പ് തുറന്ന് ആ കോണ്ടാക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ ഇവിടെ പിന്ന് കൊടുക്കേണ്ടി വരും. എന്നോട് തന്നെ തെറ്റിപ്പോയി. പിന്നെ കൊടുത്താൽ മാത്രമാണ് നമുക്കത് ഓപ്പൺ ആക്കാനാവും. ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്യണേ എന്ത് ചെയ്യുക? അതേ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇവിടെ റിമൂവ് എന്നുള്ളത് ഞെക്കി കൊടുത്താൽ അതങ്ങ് റിമൂവ് ആവും. വീണ്ടും നമുക്ക് എത്ര ചാറ്റ് വേണമെങ്കിലും ഗ്രൂപ്പ് വേണമെങ്കിലും ഒക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. അതും നല്ലൊരു പ്രൈവസി ഓപ്ഷനാണ്. അപ്പോൾ ഇത് തന്നെ ഇപ്പം വീഡിയോ കുറേ ലെങ്തായി എന്നാണ് തോന്നുന്നത്. സംഭവം ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും അറിയാത്തതല്ലോ എന്ന് അറിയിക്കുക. പിന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടിൻ്റെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ വേറെന്താ പറയുള്ളത്, ഇനിയും കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് വാട്സപ്പിൻ്റെ ഫീച്ചറുകൾ. അതൊക്കെ നമുക്ക് വേറെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ പറഞ്ഞെടുത്തില്ലോളാം ആട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.